എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 18 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 16ാം നിയമസഭയിലെ മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ലിസ്റ്റ് ലോക്ഭവനിലെത്തി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് കൈമാറി. നാളെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും ആകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രിയും എന്നുള്ളതാണ്. ധനമന്ത്രി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പദവി ഇപ്രാവശ്യം ഇല്ല. മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഈ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെയൊക്കെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേഗം വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ തന്നെ കൃത്യമായ സമയങ്ങളിലുള്ള വിതരണവും എല്ലാം മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 തവണ പിണറായി മന്ത്രിസഭയിൽ ആദ്യം തോമസ് ഐസക്കും കഴിഞ്ഞ തവണ കെ.എൻ. ബാലഗോപാലുമായിരുന്നു ധനമന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം കുറെ കാലങ്ങളായിട്ട് ധനമന്ത്രിയായി K.M. മാണിയായിരുന്നു ഉണ്ടായിരുന്നത്. K.M. മാണിയുടെ നിര്യാണത്തിന് ശേഷം ആ പാർട്ടി LDF-ലേക്ക് പോവുകയാണ് ഉണ്ടായത്. എപ്പോൾ UDF ഭരിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വകുപ്പ് ഭരിച്ചിരുന്ന കേരള കോൺഗ്രസ് M വിഭാഗം നിലവിൽ ഇപ്പോൾ ഒറ്റ MLA-മാർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങിയ സാഹചര്യത്തിൽ ആ ഒരു വകുപ്പ് ഇപ്പോൾ UDF-ൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഏറ്റെടുക്കലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം വലുതാണ്, അത് മറികടക്കുക എന്നുള്ളത് തന്നെയാകും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രി ധനവകുപ്പിനോടൊപ്പം തന്നെ നിയമവകുപ്പും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ UDF നൽകിയിട്ടുള്ള 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലക്കും ധനമന്ത്രി എന്ന നിലക്കും വി.ഡി. സതീശന് തന്നെയായിരിക്കും. ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് മുടക്കം വരാതെ വിതരണം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് നിറവേറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ തുടങ്ങുകയും 2 മാസം വിതരണം ചെയ്ത് നിർത്തലാക്കുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ആരംഭിക്കുന്നതും, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും 1000 രൂപ നൽകുന്ന പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ആദ്യ ബജറ്റിൽ തന്നെ ഉണ്ടാകും. അത് അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബജറ്റ് തയ്യാറാക്കുന്നതും അവതരിപ്പിക്കുന്നതും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ 21 മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചീഫ് വിപ്പിനെ P.J. ജോസഫ് പ്രഖ്യാപിക്കും എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇങ്ങനെയാണ്: രമേശ് ചെന്നിത്തല, മുരളീധരൻ, K.C. ജോസഫ്, അനിൽകുമാർ, വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ലിജു, ഒ. ജനീസ്, റോജി എൻ. ജോൺ, സിദ്ദീഖ്, തുളസി എന്നിവരാണ് കോൺഗ്രസ് മന്ത്രിമാർ. ഘടകകക്ഷി മന്ത്രിമാരായിട്ട് കുഞ്ഞാലിക്കുട്ടി ശംസുദ്ദീൻ, P.K. ബഷീർ, K.M. ഷാജി, അബ്ദുൽ ഗഫൂർ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, C.P. ജോൺ, അനൂപ് ജേക്കബ്. മുതിർന്ന MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. 2.5 വർഷത്തിന് ശേഷം അനൂപ് ജേക്കബിന് പകരം മാണി C. കാപ്പനും ലീഗിലെ ഒരു മന്ത്രിക്ക് പകരം പാറക്കൽ അബ്ദുള്ളയും കോൺഗ്രസിലെ തുളസിക്ക് പകരം I.C. ബാലകൃഷ്ണനും മന്ത്രിമാരാകും. അപ്പു ജോൺ ജോസഫ് അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടൻ എന്നിവരിൽ ആരെങ്കിലും ചീഫ് വിപ്പ് പദവി ഏറ്റെടുക്കുന്നതാണ്. ആധാർ ഉള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ആധാർ എൻറോൾമെന്റ് അപ്ഡേഷൻ നടപടികളിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കുട്ടികൾ, മുതിർന്നവർ, ട്രാൻസ്ജെൻഡറുകൾ, പ്രവാസികൾ, വിദേശികൾ എന്നിവർക്ക് ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനും ഇനി മുതൽ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചുള്ള രേഖകൾ നൽകണം. ആധാർ സംവിധാനത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും വ്യാജരേഖകൾ തടയുന്നതിനുമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 2016 ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയത്. അപ്പോൾ ഓരോ ചട്ടങ്ങളും നോക്കുകയാണ് എങ്കിൽ കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബനാഥന്റേത് വേണം എന്നുള്ളതാണ്.
5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബനാഥാധിഷ്ഠിത സംവിധാനം നിർബന്ധമാക്കി. മാതാപിതാക്കളുടെയോ നിയമപരമായി രക്ഷിതാക്കളുടെയോ സാധുവായിട്ടുള്ള ആധാർ ഇതിന് ആവശ്യമാണ്. കുട്ടികളുടെ ആധാറിലെ വിലാസം കുടുംബനാഥന്റെ ആധാറിലെ വിലാസത്തിന് തുല്യമായിരിക്കും. കുട്ടികളുടെ എൻറോൾമെന്റ് സമയത്ത് രക്ഷിതാക്കളിൽ ഒരാൾ ബയോമെട്രിക് സ്ഥിരീകരണം നൽകുന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ആണ് ജനനതീയതി തെളിയിക്കുന്നതിന് നൽകേണ്ട പ്രധാനപ്പെട്ട രേഖ. മുതിർന്നവർക്കുള്ളത്, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ്, പെൻഷൻ കാർഡ്, ബാങ്ക് രേഖകൾ, വൈദ്യുതി, വെള്ളം, ഗ്യാസ് ബില്ലുകൾ, ഇൻഷുറൻസ് രേഖകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നും ഉൾപ്പെടും. നൽകുന്ന രേഖകളെല്ലാം അതാത് അതോറിറ്റികൾക്ക് ഓൺലൈനായി പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും സംവിധാനം ഒരുക്കുക. അടുത്തത് ട്രാൻസ്ജെൻഡറുകൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ഇളവുകളാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന ഐഡന്റിറ്റി കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ തിരിച്ചറിയൽ രേഖയായും വിലാസം തെളിയിക്കാനും ഉപയോഗിക്കാം. പേരും ലിംഗമാറ്റവും ആധാറിൽ പുതുക്കാനും ഈ രേഖകൾ മതിയാകും. ഭിന്നശേഷിക്കാർ, അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവർ, ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾ എന്നിവർക്കായി ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത രേഖയായി കുട്ടിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. വിലാസം തെളിയിക്കാൻ രേഖകളില്ലാത്തവർക്കായി എംപിമാർ, MLA മാർ, തഹസിൽദാർമാർ, ഗസറ്റഡ് ഓഫീസർമാർ, പഞ്ചായത്ത് അധ്യക്ഷന്മാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിശ്ചിത സാഹചര്യങ്ങളിൽ അംഗീകരിക്കും. നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്കും OCI കാർഡുള്ളവർക്കും നൽകുന്ന ആധാറിന് 10 വർഷത്തെ കാലാവധി ഉണ്ടാകും. മറ്റ് വിദേശ പൗരന്മാരുടെ ആധാർ കാലാവധി അവരുടെ വിസയുടെയോ FRRO രജിസ്ട്രേഷന്റെയോ കാലാവധിക്ക് തുല്യമായിരിക്കും. വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാനാണ് പുതിയ കർശനമായിട്ടുള്ള വെരിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് അതിന് സഹായിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള ആധാറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങളിൽ ഏറ്റവും കർശനമായ നിയന്ത്രണം ഉള്ളത് ജനനതീയതിക്കും ലിംഗത്തിനുമാണ്. ജനനതീയതി ഇനി മുതൽ തന്റെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ആധാറിൽ മാറ്റാൻ അനുവാദമുള്ളൂ. ഈ വിവരങ്ങൾ ഒരിക്കൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്തുക എന്നത് അതീവ സങ്കീർണ പ്രക്രിയയാണ്. മാത്രമല്ല, ആധാറിലെ പേര് മാറ്റുന്നതിനും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിശ്ചിത പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് തന്റെ പേര് ജീവിതത്തിൽ 2 തവണ മാത്രമേ പുതുക്കാൻ കഴിയുകയുള്ളൂ. വിവാഹശേഷമോ മറ്റോ പേരിൽ മാറ്റം വരുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വീട്ടുപേരിലെയോ സർനെയിമിലെയോ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇത് തടസ്സമല്ല. നിങ്ങൾ താമസം മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും വിലാസം മാറ്റാവുന്നതാണ്. മൊബൈൽ നമ്പറും ഇമെയിലും നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ വിലാസമോ മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും മാറ്റം വരുത്തുന്നതിന് ഒരു പരിധി ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആധാറിലെ ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങളും. ആധാറിലെ ഫോട്ടോയും വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ എത്ര തവണ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാറിൽ 5 വയസ്സിന് ശേഷവും 15 വയസ്സിന് ശേഷവും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായിട്ടും പുതുക്കേണ്ടതുണ്ട്. ഇത് സൗജന്യമായി ചെയ്യാവുന്നതുമാണ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള പരിധി കഴിഞ്ഞ് തിരുത്തണം എങ്കിൽ, അതായത് നിശ്ചിത പരിധി കഴിഞ്ഞിട്ട് ഒരാൾക്ക് പേരോ ജനനതീയതിയോ അനിവാര്യമായ കാരണങ്ങളാൽ മാറ്റണം എങ്കിൽ അതിനായി പ്രത്യേക അനുമതി ആവശ്യമാണ്. അപേക്ഷകൻ മതിയായ രേഖകളുമായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിനെ നേരിട്ട് സമീപിക്കേണ്ടി വരും. ഇമെയിൽ വഴിയോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. ഇത്തരം അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം ബോധ്യപ്പെട്ടാൽ മാത്രം തിരുത്തുന്നതിന് അനുമതി ലഭിക്കുന്നതുമാണ്. അപ്പൊ ആധാർ ഉള്ളവർ മുഴുവനായിട്ടും ഈ കാര്യം അറിയേണ്ടതുണ്ട്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആധാർ വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പല ആനുകൂല്യങ്ങളും, കുട്ടികളുടെ പരീക്ഷ സ്കോളർഷിപ്പ്, കർഷകർക്കുള്ള കൃഷി ആനുകൂല്യങ്ങൾ, വിള ഇൻഷുറൻസുകൾ, സബ്സിഡികൾ, PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, സംസ്ഥാനത്തിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, ഇവയെല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ